Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പാർട്ടിലെ ഫസ്റ്റ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻസ്? ബേസിക്കലി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ? ഇപ്പോൾ ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ്സ് ഓഫ് ബേസിക് ഫംഗ്ഷൻസ് അതെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ വരാം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻസ് എവിടെയാണ് വരുന്നത് ബേസിക്കലി നമുക്ക് നോക്കാം. ഡിറ്റർമിനിങ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഏതെങ്കിലും ക്വാണ്ടിറ്റീസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഒരു ഫംഗ്ഷന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. ആ വേരിയബിൾ എന്ന് പറയുന്നത് ടൈം ആയിരിക്കാം, ഡിസ്റ്റൻസ് ആയിരിക്കും, എങ്ങനെ വേണമെങ്കിലും. സോ ആ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഫൈൻഡിങ് ദ ഇക്വേഷൻസ് ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു എ കർവ് അറ്റ് എ പോയിന്റ്. ഇപ്പോൾ ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടാൻജന്റ് ആൻഡ് നോർമൽ ഇല്ലേ, അതിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഫൈൻഡിങ് ടേണിംഗ് പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഇൻ ടേൺ വിൽ ഹെൽപ്പ് us to locate points at which largest or smallest value locally of a function occurs. അതായത് നമ്മൾ ഈ മാക്സിമം മിനിമം എന്നൊക്കെ പറയാറില്ലേ, പിന്നെ അപ്രോക്സിമേഷൻ. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ അത് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ടേണിംഗ് പോയിന്റ്സ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിലെ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കാനും ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കൺസിഡർ എ ഫംഗ്ഷൻ y is equal to f of x. The rate of change of a function is defined as dy by dx is equal to f dash of x. So suppose ഒരു ഫംഗ്ഷൻ y എന്ന് പറയുന്നത് f of x ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്താണ്, dy by dx is equal to f dash of x. ഇതാണ് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത്. dy by dx എന്താണ്, f dash of x. ഈ ഡാഷ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അതിന്റെ ഇപ്പൊ നമ്പർ ഓഫ് ഡാഷസ്, അതായത് എഫ് ഡാഷ് ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, എഫ് ഡബിൾ ഡാഷ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അങ്ങനെ ഡിപ്പെൻസ്. സോ ഫർദർ ഇഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ വേരിയിങ് ടു അനദർ വേരിയബിൾ, സേ ഇഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി, ദെൻ യൂസിങ് ചെയിൻ റൂൾ. ഇതിപ്പോ നമ്മൾ ഈ പാരാമെട്രിക് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതായത് ഇപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ പറഞ്ഞത് എന്താ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ്. അതേപോലെ സപ്പോസ് എക്സും വൈയും വേറൊരു വേരിയബിൾ, അതായത് ടി എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഡി വൈ ബൈ ഡി എക്സ് എന്നിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. കാരണം എന്താ, വൈ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, പകരം ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് വൈ വിത്ത് റെസ്പെക്ട് ടു ടി ഡിവൈഡഡ് ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടുപിടിക്കണം. വേർ ഡി എക്സ് ബൈ ഡി ടി, അതായത് ഡിനോമിനേറ്റർ ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. നെക്സ്റ്റ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതായത് ബേസിക്കലി ഫംഗ്ഷൻസ് വേണ്ടത് ഇൻക്രീസിങ് ആവാം ഡിക്രീസിങ് ആവാം, രണ്ട് രീതിയിലുണ്ട്. അതിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് സെഡ് ടു ബി ഇൻക്രീസിങ് ഓൺ ആൻ ഇന്റർവൽ I if for any two numbers x and y in I such that x less than y we have f of x less than or equal to f of y. Okay, അതായത് x ന്റെ വാല്യൂ എങ്ങനെയാണ്, it is less than y. അങ്ങനെയാണെങ്കിൽ f of x ന്റെ വാല്യൂ less than or equal to f of y ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് എന്താണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? ഒന്നെങ്കിൽ അതായത് പലതിലും നൊട്ടേഷൻസ് ഡിഫറെൻ്റ് ആയി യൂസ് ചെയ്യാം. x1 x2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 എന്ന് പറയുന്നത് ലെസ് ആർ ഈക്വൽ ടു f ഓഫ് x2. അപ്പൊ നൊട്ടേഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് പലതിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫിക്സ്ഡ് ആയി പഠിച്ചു വെക്കാം. ഒന്നെങ്കിൽ x ആൻഡ് y. അപ്പൊ x ആൻഡ് y ആകുമ്പോൾ വലിയ കൺഫ്യൂഷൻസ് ഇല്ല, നോർമലി നമ്മൾ യൂസ് ചെയ്യാറുള്ള രണ്ട് വേരിയബിൾസ് ആണ്. സോ ഇഫ് സപ്പോസ് x ലെസ് ദാൻ y ആണ്, അങ്ങനെയാണെങ്കിൽ f ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് y ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്, f of x is said to be increasing. Okay, അപ്പോൾ അതിന്റെ ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസിങ് ഫംഗ്ഷൻ പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്, ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ഒരു സ്പെസിഫിക് കേസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. A function f of x is said to be strictly increasing on an interval I if for any two numbers x and y in I. ഈ interval I എന്താ, ഈ നമ്മൾ എടുക്കുന്ന ഈ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, എക്സ് ആൻഡ് വൈ, ആ പർട്ടിക്കുലർ ഇന്റർവെല്ലാണ്.
such that x less than y. ഇതുവരെയുള്ള കണ്ടീഷൻ കറക്റ്റ് ആണ്. ബട്ട് ഇവിടെ എന്താ, എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ. ഓക്കെ, ഇപ്പോൾ വെറും ഇൻക്രീസിംഗിൽ നമ്മൾ പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. പക്ഷെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് കേസിൽ ആ ഈക്വൽ ടു വരില്ല. എഫ് ഓഫ് എക്സ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് വൈ. അപ്പോൾ ആ ഒരു കേസിൽ ഇത് ഗ്രാഫ് കുറച്ചും കൂടി, അതായത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ അതാണ് ഈ വേരിയേഷൻസ് ഒക്കെ, ഇതുപോലെ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു വാല്യൂസ് ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇൻക്രീസിംഗ് ആണ്. ക്ലിയർ ആയല്ലോ. അതേപോലെ തന്നെയാണ് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ കേസിലും. ഇപ്പോൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് സെറ്റ് വിത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് വരിക. അതായത് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഐ. അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ, ഇതുപോലെ നമുക്ക് എഫ് എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ and f of x greater than or equal to f of y. Okay, x less than y ആണ്. പക്ഷേ f of x എന്ന് പറയുന്നത് എന്താണ്, നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of y. അങ്ങനെയാണെങ്കിൽ അതൊരു ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് y is equal to f of x. ഓക്കെ, ഇത് വെറും ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ വരുമ്പോൾ എന്താ, ഈ ഈക്വൽ ടു എന്നുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല അല്ലെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ. ബാക്കിയെല്ലാം സെയിം, എക്സും വൈയും ഐയിലാണ്. ആൻഡ് എക്സ് ലെസ് ദാൻ വൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ ആണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. സോ ആ കേസിൽ നമ്മൾ പറയുന്നത് എന്താ, എക്സ് ലെസ് ദാൻ വൈ ആയിട്ടും എഫ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നമുക്ക് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുക, സ്ട്രിക്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യണം അല്ലേ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്ന് പറയുന്നത് ഈക്വൽ ടു പോസിബിലിറ്റീസ് വരുന്നുണ്ട്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ടാൻജൻസ് ആൻഡ് നോർമൽസ്. അപ്പോൾ ഒരു കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എ കൺസിഡർ ചെയ്യാം. ഈ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന, കർവിനെ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലെ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കർവും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് എന്ത്, ടാൻജന്റ് ലൈൻ അല്ലെ. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ടാൻജന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പോയിന്റ് അല്ലെ. അപ്പോൾ ആ കർവിലത്തെ ഒരു പോയിന്റ് ആണ് എ, ആ എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ടാൻജന്റ് ലൈൻ. ഇനി ആ ടാൻജന്റ് ലൈനിന് നമ്മൾ കറക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് നോർമൽ ലൈൻ. ടാൻജന്റ്, ഇതേപോലെ നോർമൽ ആൻഡ് ടാൻജന്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാറുണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, വിത്ത് സ്ലോപ്പ് എം. ക്ലിയർ ആയല്ലോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് വിത്ത് a finite slope m. അങ്ങനെയാണെങ്കിൽ y minus y naught എന്താ, is equal to m into x minus x naught. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് റിലേറ്റിംഗ് ദ x and y കോർഡിനേറ്റ്സ് അല്ലേ, പിന്നെ സ്ലോപ്പും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് എന്തായിരിക്കും, f of x is equal to y at the point x naught y naught. അതായത് നമ്മൾ നോർമലി സ്ലോപ്പ് m എന്ന് പറയുന്നത് dy by dx ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് ഡിഫൈൻ ചെയ്യാറ്. സോ dy by dx at x naught y naught എന്ന് പറയുന്നത്, ഈ dy by dx ആണ് നമ്മൾ f dash of x നേരത്തെ ഓൾറെഡി ഡിഫൈൻ ചെയ്തത് അല്ലേ. സോ ഈ f dash of x, അപ്പോൾ ഇതാണ് നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, x naught y naught എന്ന് പറയുന്ന പോയിന്റ് കർവിൽ ഒരു പോയിന്റ് ആണ്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, y minus y naught is equal to എന്തെഴുതണം, f dash of x naught into x minus x naught. അതേപോലെ തന്നെയാണ് നോർമലിന്റെ കേസിലും. നോർമൽ എന്ന് പറയുന്നത് എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്തായിരിക്കും, ഇതേപോലെ -1 by f dash of x naught ആണ്. നമ്മൾ f dash of x naught ആണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, പക്ഷേ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്താണ്, -1 by, റെസിപ്രോക്കൽ മാത്രമല്ല നെഗറ്റീവ് ആണ്. ഓക്കെ, -1 by f dash of x naught ആണ്, വേർ f dash of x naught must not be equal to 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് നോർമൽ ടു ദ കർവ് അറ്റ് ദ പോയിന്റ് x naught y naught നമുക്ക് എങ്ങനെ എഴുതാം, m ന് പകരം എന്ത് എഴുതിയാൽ മതി, -1 by f dash of x naught എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. സോ y minus y naught is equal to -1 by f dash of x naught into x minus x naught. അപ്പോൾ അതാണ് ഇതിനെ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അതായത് ഈ -1 by f dash of x naught എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു മൈനസ് എന്നുള്ളത് LHS കൊണ്ടുപോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. ആൻഡ് താഴത്തെ f dash of x naught നെ LHS കൊണ്ടുപോകും. അപ്പോൾ LHS ഓൾറെഡി y minus y naught ഉണ്ട്.
ഡിനോമിനേറ്ററിലുള്ള ടേം എൽ എച്ച് എസിൽ പോകുമ്പോൾ, അതായത് ആർ എച്ച് എസിലെ ഡിനോമിനേറ്റർ എൽ എച്ച് എസിൽ പോകുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. സോ y മൈനസ് വൈ നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇനി റൈറ്റ് സൈഡിൽ എന്താണ് മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ, അത് എൽ എച്ച് എസിൽ വരുമ്പോൾ എന്ത് വരും പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ ആർ എച്ച് എസിൽ ഒന്നുമില്ല, ഇസ് ഈക്വൽ ടു 0. ജസ്റ്റ് ചെറിയൊരു റീ അറേഞ്ച്മെന്റ് ഈ ഇക്വേഷനിൽ ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിലത്തെ ഏത് പഠിച്ചാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇനി ഒരു 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താ, ഇഫ് എ ടാൻജന്റ് ലൈൻ ടു ദ കർവ് y is equal to f of x makes an angle theta with x axis in the positive direction, then dy by dx എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ടാൻജന്റ് ലൈൻ കർവ്, ഇപ്പോൾ ഒരു കർവ് ഉണ്ട് y is equal to f of x അല്ലെ, ആ കർവിലേക്കുള്ള ഒരു ടാൻജന്റ് ലൈൻ, ആ ഒരു ടാൻജന്റ് ലൈൻ ഒരു ആംഗിൾ മീറ്റ് ചെയ്യുന്നത്, അതായത് അറ്റ് ആൻ ആംഗിൾ തീറ്റയാണ് വിത്ത് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ തീറ്റ അറിയാമെങ്കിൽ ടാൻ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആയിരിക്കും. Second point, if the slope of the tangent line is 0, അതായത് slope of the tangent line 0 എന്ന് പറഞ്ഞാൽ എന്താ, tan theta 0. അങ്ങനെയാണെങ്കിൽ tan theta 0 എന്ന് പറഞ്ഞാൽ tan 0 ആണ് 0, that means theta is 0, which means tangent line is parallel to the x axis. ക്ലിയർ ആയല്ലോ? അതായത് തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് അല്ലെ, ടാൻജന്റ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഈ തീറ്റ. സോ തീറ്റ 0 ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമുക്ക് അതിന്റെ മീനിങ് എന്താ, ടാൻജന്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇക്വേഷനിൽ എന്താ ചേഞ്ച് വരിക, അതായത് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഗിവൺ ബൈ y ഇസ് ഈക്വൽ ടു വൈ നോട്ട് എന്നായിരിക്കും വരിക. കാരണം എന്താ, എക്സിന് പാരലൽ ആണ് വരിക. അപ്പോൾ നമുക്ക് എക്സ് നോട്ടിനെ, അതായത് എക്സിന് പാരലൽ ആയിട്ടല്ലേ വരിക. സോ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വൈയിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും പാരലൽ ആയിട്ട് വരിക. സോ വൈ നോട്ട് എന്നുള്ള വാല്യൂ അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, വൈ നോട്ട് ആയിരിക്കും. നെക്സ്റ്റ് കേസ്, ഇഫ് തീറ്റ approaches pi by 2, then theta approaches infinity. അതായത് tan theta approaches infinity. തീറ്റയുടെ വാല്യൂ pi by 2ലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, തീറ്റ ടെൻസ് ടു pi by 2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, തീറ്റ pi by 2ലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ tan 90 എന്താ, tan 90 ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ കിട്ടിയ സ്ലോപ്പാണല്ലോ ടാൻ തീറ്റ, അത് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ, അതായത് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയിരിക്കും ടാൻജന്റ് ലൈൻ വരിക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് പാരലൽ ആയിട്ട് കിട്ടി, ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ തീറ്റ 0 കേസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്ലോപ്പ് 0 ആയിരിക്കും. അവിടെ ടാൻജന്റ് ലൈൻ വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ y എന്ന് പറയുന്നത് ഇക്വേഷൻ, ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ y എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വൈയുടെ വാല്യൂ, അതായത് വൈ നോട്ടിലായിരിക്കും അല്ലേ. ഇനി നെക്സ്റ്റ് കേസിൽ തീറ്റ pi by 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ടാൻ തീറ്റ സ്ലോപ്പ് എന്തായിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും അല്ലേ. ആ കേസിൽ നമ്മുടെ ടാൻജന്റ് ലൈൻ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. കാരണം പെർപെൻഡിക്കുലർ ടു ഇതുപോലെ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക, എക്സ് നോട്ട് ആണ് കിട്ടുക. താങ്ക് യു.